CPM-ന്റെ പ്രമുഖന്മാർ പലരും ഇതിനോടകം CPM വിട്ട BJP-യിലും കോൺഗ്രസിലും ചേക്കേറിക്കഴിഞ്ഞു. ഡസനിലേറെ പേർ CPM-ന് വലിയ ചോദ്യം ഉയർത്തിക്കൊണ്ട് എതിർപാളയത്തിലെത്തുകയും അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുകയുമാണ്. ഏതായാലും കെ സുധാകരനും PK ശശിയും ഐഷ പോറ്റിയും ഒക്കെ CPM-ന് വലിയ തലവേദനയും ചോദ്യവുമായി മാറിക്കഴിഞ്ഞു. PK ശശിക്ക് കൈപ്പത്തി ചിഹ്നം, ലക്ഷ്യം വോട്ട് ചോർച്ച തടയൽ എന്നാണ് പുതിയ റിപ്പോർട്ട്. CPM വിട്ട് ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK ശശിക്ക് കൈപ്പത്തി ചിഹ്നം, അപരശല്യവും വോട്ട് ചോർച്ചയും തടയാൻ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ഇക്കാര്യം CPM വിട്ടവരുടെ കൂട്ടായ്മയായ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് ജില്ലാ കൺവീനർ A സതീഷ് സ്ഥിരീകരിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വം കൈപ്പത്തി ചിഹ്നത്തോടു കൂടിയ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചും പ്രചാരണം തുടങ്ങി. PK ശശി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ഘട്ടത്തിൽ തന്നെ കൈപ്പത്തി ചിഹ്നം സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ചിഹ്നങ്ങളിൽ സ്വീകാര്യമായ ചിലത് ലഭിക്കാൻ ശശിയും കൂട്ടരും നടത്തിയ ശ്രമങ്ങൾ വിജയിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് നിർണായക തീരുമാനം. CPM-നുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ടും തീരുന്നേയില്ല. അനങ്ങാതെ ഇരുന്നയാളാണ് ഞാൻ, അയാൾ ചോദിച്ചു വാങ്ങുകയാണെന്ന് വീണ്ടും സുധാകരൻ ആഞ്ഞടിക്കുകയാണ്. CPM നേതാക്കന്മാർക്ക് നേരെ മാത്രമല്ല CP നേതാക്കന്മാർക്ക് നേരെയും സുധാകരന്റെ ചോദ്യങ്ങൾ. മന്ത്രി P പ്രസാദിനെതിരെ ചേർത്തലയിൽ പോയി പ്രസംഗിക്കുമെന്ന CPM നേതാവ് G സുധാകരൻ. തനിക്കെതിരെ പ്രസാദ് അനാവശ്യ പ്രസ്താവന നടത്തിയെന്നും അതിന്റെ ആവശ്യം എന്തായിരുന്നുവെന്നും സുധാകരൻ ചോദിച്ചു. പ്രസാദിനെ ചേർത്തലയിൽ തോൽപ്പിക്കണമെന്ന് പറയാൻ തനിക്ക് അവകാശമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ഒന്നിനുമില്ലാതെ അനങ്ങാതെ ഇരുന്നയാളാണ് താൻ, എന്നാൽ അയാൾ ചോദിച്ചു വാങ്ങുകയാണ്. കഴിഞ്ഞ തവണ 6000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രസാദിന് കിട്ടിയത്. ഈ തിരഞ്ഞെടുപ്പിൽ അയാളുടെ രാഷ്ട്രീയ വിജയം തുലാസിലാണ്. രാഷ്ട്രീയ ക്രിമിനലുകളെ സുഖിപ്പിക്കാൻ അയാളുടെ ശത്രുവല്ലാത്ത തനിക്കെതിരെ ഒരു ആവശ്യവുമില്ലാതെ പ്രസ്താവന നടത്തിയെന്നും സുധാകരൻ പറഞ്ഞു. അവിടെ കൊണ്ട് തീർന്നില്ല. പത്തനാപുരത്ത് UDF-ന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച ഉമ്മൻചാണ്ടിയുടെ മകൾ മരിയ ഉമ്മനും കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. പ്രതികാരം എന്ന വാക്ക് അപ്പയുടെ നിഘണ്ടുവിൽ ഇല്ലായിരുന്നുവെന്നും കല്ലെറിഞ്ഞവനോട് പോലും ക്ഷമിച്ച പാരമ്പര്യമാണ് ഉമ്മൻചാണ്ടിക്കുള്ളതെന്നും മകൾ മരിയ ഉമ്മൻ പറഞ്ഞു. സോളാർ വിവാദത്തിലെ പ്രതിയുടെ കത്തിൽ പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ മന്ത്രി KV ഗണേഷ് കുമാറാണെന്ന ആരോപണം നിലനിൽക്കെയാണ് പത്തനാപുരത്ത് UDF-ന് വേണ്ടി വോട്ട് ചോദിച്ച ഉമ്മൻചാണ്ടിയുടെ മകൾ മരിയ ഉമ്മൻ എത്തിയത്. CPM-ന്റെ ജാതി അധിക്ഷേപത്തിനെതിരെ നിയമ നടപടിയുമായി BJP. CPM-ന്റെ മനോനില തെറ്റിത്തുടങ്ങിയെന്നും അതിന്റെ തെളിവാണ് BJP-യിൽ ചേർന്ന നേതാക്കളെ ജാതീയമായി CPM ആക്ഷേപിക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആരെയും എന്തും പറയാമെന്ന CPM-ന്റെ ധാർഷ്ട്യത്തെ വെറുതെ വിടാൻ BJP ഒരുക്കമില്ല. 24 മണിക്കൂറിനകം CPM നേതാവ് സുരേഷ് കുമാർ തന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ BJP ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില CPM നേതാക്കന്മാർ CPM വിട്ട് BJP-യിലേക്ക് വന്നതിനെക്കുറിച്ച് പറഞ്ഞത് അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല എന്ന അധിക്ഷേപമാണ്. CPM നേതാക്കൾ പൊതുവേദികളിൽ ചാനൽ ചർച്ചകളിൽ നടത്തി. ഇതിനെതിരെ കേരളത്തിലെ BJP-യും NDA-യും നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. ജാതി അധിക്ഷേപം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പിണറായി വിജയനും MV ഗോവിന്ദനും മാപ്പ് പറയണമെന്ന് BJP നേതാവ് S സുരേഷ് ആവശ്യപ്പെട്ടു.